എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വീട്ടിൽ സേഫാണ് ഞാൻ വിചാരിക്കുന്നു. കൊറോണയ്ക്ക് കാരണം ബോറടിച്ചിരിക്കുകയായിരിക്കും. അപ്പൊ നിങ്ങൾക്കിടെ ബോറടി മാറ്റാനായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പിക്സാർട്ട് വെച്ച് എങ്ങനെ കാർട്ടൂൺ പോർട്രേറ്റ് ലോഗോ ഉണ്ടാക്കാനാണ്. അപ്പൊ വീഡിയോയിലേക്ക് പോണയ്ക്ക് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് പിക്സാർട്ട് എടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും ആദ്യം വരുന്നത്. അതിൽ താഴത്തേക്ക് പോയി കഴിയുമ്പോൾ ഡ്രോയിങ്സ് കാണും. ഡ്രോയിങ്സിൽ പിക് ക്യാൻവാസ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് നമുക്ക് എത്ര നമ്മുടെ ഇതിൻ്റെ സൈസ് വേണമെന്ന് ഞാൻ സൈസ് കറക്റ്റാക്കി ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് കളർ കൊടുത്ത് ഓക്കെ വെക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും. ഈ ഇൻ്റർഫേസിൽ മൂന്നാമത്തെ ഐക്കൺ ഞെക്കുക, ഇങ്ങനെ വരും. അതിൽ സർക്കിൾ എടുത്തിട്ട് ഫില്ല് വെക്കുക, ഓക്കെ ഞെക്കുക. അതിന് ശേഷം നമുക്ക് വേണ്ട കളർ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഓറഞ്ച് എടുത്തതാണ്. ഓറഞ്ച് കളർ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടെ ക്യാൻവാസിൽ പോയിട്ട് അത് ഡ്രാഗ് ചെയ്യുക. ആ ഓറഞ്ച് കളർ ഡ്രാഗ് ചെയ്ത് കറക്റ്റ് പൊസിഷനാക്കി വയ്ക്കുക. നമ്മൾ കറക്റ്റ് പൊസിഷനാക്കി കഴിഞ്ഞിട്ട് മുകളിലുള്ള ആരോ സെലക്ട് ചെയ്യുക. എന്നിട്ട് എഡിറ്റ് ഇമേജ് കൊടുക്കുക. ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും. അതിൽ താഴത്തേക്ക് കഴിയുമ്പോൾ ആഡ് ഫോട്ടോ എന്ന് എടുക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും അത് കട്ട് ചെയ്യണം. Stop what you're making. Everybody here knows that you just faking. Nah, I don't wanna hear it anymore. I don't wanna hear it anymore. All these fucking thoughts, they are not what I need anymore. I'm about to shut the motherfucking door on all you poor ass haters with your heads in the clouds, talking out loud so proud. You better shut your goddamn mouth before I do more speak out. It's about to head south. ഫോട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്തു. ഇനിയും അത് കറക്റ്റ് പൊസിഷനിലേക്ക് കറക്റ്റായിട്ട് ഡ്രാഗ് ചെയ്ത് ആ സർക്കിളിൽ കറക്റ്റാക്കി വെച്ചിട്ട് അതിൻ്റെ ആ മുകളിൽ സൈഡിൽ ഇറേസർ എടുത്തിട്ട് അത് അടിയിലുള്ളത് ഫുൾ മാച്ചുള്ളതാണ്. ഇനി നമ്മളെടുത്തേണ്ട ആ ഫോട്ടോ കാർട്ടൂൺ ആക്കണം. അതിന് ആർട്ടിക്സിൽ ഓയിൽ പെയിൻറ്റിങ് എടുത്തു. എന്നിട്ട് അതിൻ്റെ എമൗണ്ട് കുറച്ച് ഒരു കാർട്ടൂൺ രീതിയിലാക്കി എന്നിട്ട് ഓക്കെ കൊടുക്കാം. സർക്കിളിന് ചുറ്റും ബ്ലാക്ക് സർക്കിൾ വരാനായിട്ട് എഫക്റ്റിൽ ഡ്രോയിങ്സിൽ ഡ്രോ എടുക്കുക. എന്നിട്ട് ആദ്യം എടുത്ത ഐക്കൺ എടുക്കുക. സർക്കിൾ സെലക്ട് ചെയ്തിട്ട് സ്ട്രോക്ക് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അത് ഡ്രാഗ് ചെയ്ത് കറക്റ്റ് ആ ഓറഞ്ച് സർക്കിളിൻ്റെ കറക്റ്റ് പൊസിഷനാക്കിയിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ തലയുടെ കറക്റ്റ് ഇത് കൂടെ ലൈൻ പോയാണ്. അപ്പോൾ അത് മായ്ക്കാനായിട്ട് റേസർ എടുത്തിട്ട് ആ ലൈൻ നമ്മൾ മാറ്റി ആ തലയുടെ അത്ര ഭാഗത്ത് മാത്രമായിട്ടുള്ള ലൈൻ നമ്മൾ മാറ്റുക. എന്നിട്ട് ഓക്കെ കൊടുക്കാം. ഫോട്ടോയിൽ കറക്റ്റ് ചെയ്തൊരു ബ്ലാക്ക് ലൈൻ വരാനായിട്ട് നമ്മൾ എഫക്റ്റ് എടുത്തിട്ട് സ്കെച്ച് എടുക്കുക. എന്നിട്ട് അതിൽ ആദ്യം സ്കെച്ച് 1 എടുത്തിട്ട് അത് കറക്റ്റാക്കി വയ്ക്കുക. കറക്റ്റാക്കി നമ്മുടെ ഫോട്ടോയിൽ വെച്ചിട്ട് അതിന് ബ്ലാക്ക് കളർ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഗാലറിയിലേക്ക് നമ്മൾ സേവ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക.